ചാവക്കാട് എടക്കഴിയൂരിൽ മദ്രസ അധ്യാപകൻ അബൂബക്കർ 9 വയസ്സുകാരിയെ മർദ്ദിച്ചതായി പരാതി. എടക്കഴിയൂർ സ്വദേശി നൂർജഹാന്റെ മകൾക്കാണ് മർദ്ദനമേറ്റത്. ക്ലാസിൽ കുട്ടികൾ വഴക്ക് കൂടിയെന്ന് പറഞ്ഞ് സംഭവത്തിൽ ഉൾപ്പെടാത്ത കുട്ടിയെ മർദ്ദിച്ചതായാണ് ആരോപണം. പരാതിയുമായി മുന്നോട്ടു പോയാൽ മഹല്ലിൽ ജീവിക്കാനാകില്ലെന്ന് ഭീഷണിപ്പെടുത്തിയതായും പരാതി. ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥിനിയെ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലും പിന്നീട് സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. പരാതി നൽകിയിട്ടും ചാവക്കാട് പോലീസ് കേസെടുക്കുന്നില്ല എന്നും ആക്ഷേപമുണ്ട്. മദ്രസയിൽ നിന്ന് പിന്നെ രാവിലെ 9 മണിക്ക് ശേഷം മദ്രസയുടെ അടുത്തുള്ള വീട്ടിൽ നിന്ന് 9 മണിക്ക് തന്നെ അടുത്ത വീട്ടിൽ നിന്ന് ഫോൺ വന്നതാണ്. കുട്ടിക്ക് തീരെ നടക്കാൻ പറ്റണില്ല, കുട്ടീനെ ഉസ്താദ് അടിച്ചതാന്ന് പറഞ്ഞിട്ട് ഫോൺ വന്നതാണ്. അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ട് ഞാനും അടുത്ത വീട്ടിലത്തെ എൻ്റെ കൂട്ടുകാരും കൂടി പോയിട്ട് മോളെ ചെന്ന് നോക്കുമ്പോൾ മോൾക്ക് നടക്കാൻ തീരെ പറ്റുണ്ടായിരുന്നില്ല. കാലിങ്ങനെ വികലാംഗന്മാരെ പോലെയാണ് നടക്കണ്ടായിരുന്നത്. കവിളിയിലും കണ്ണിന്റെ അവിടെയായിട്ട് നല്ല വീർപ്പും കണ്ണിന്റെ ചുവപ്പ് കളറൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ചോദിച്ചപ്പോ ഉസ്താദ് അടിച്ചതാന്ന് പറഞ്ഞ് ആ കുട്ടീനെ അല്ലാതെ വേറെ ഞങ്ങളടുത്ത ക്ലാസ്സിൽ പഠിക്കണ 2 കുട്ടികൾക്കും അതേപോലെ ഉസ്താദിന്റെ ചെരിപ്പോണ്ടും കൈ കൊണ്ടൊക്കെ അടി കിട്ടിയിട്ടുണ്ട്. ലെവിൻ കെ വിജയനാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ലെവിൻ, ഏറെ ഗുരുതരമായിട്ടുള്ള പരാതിയാണ് ഇപ്പോൾ. ആ കുട്ടിയുടെ കാലിന് അത്രമാത്രം വലിയ പരിക്കേറ്റിട്ടുമുണ്ട്. എവിടെയൊക്കെയാണെങ്കിലും കുട്ടികളെ മർദ്ദിക്കരുതെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, അതിൽ നിയമവുമുണ്ട്. അവിടെയാണ് 9 വയസ്സുകാരിയെ അതിക്രൂരമായി മർദ്ദിച്ചു എന്നുള്ള പരാതി പറയുന്നത്. എന്താണ് ഇക്കാര്യത്തിൽ അവർ പറയുന്നത്? ഇതിൽ ഏതെങ്കിലും രീതിയിൽ ഒരു നടപടിയുമായി മുന്നോട്ട് പോകുന്നുണ്ടോ? സ്വാതി, ചാവക്കാട് എടക്കഴിയൂർ സ്വദേശിയായിട്ടുള്ള നൂർജഹാന്റെ മകൾ 9 വയസ്സുകാരി നിഷാന ാണ് ഈ മദ്രസയിൽ വെച്ച് അതിക്രൂരമായ മർദ്ദനം വാങ്ങേണ്ടി വന്നത്. 9 വയസ്സുകാരിക്ക് കഴിഞ്ഞ 13-നാണ് സംഭവം. ഈ സംഭവം നടക്കുന്നത് അന്ന് രാവിലെ പുലർച്ചെ 6:30 കുട്ടി മദ്രസയിൽ പഠിക്കാനെത്തുന്നത്. തുടർന്ന് 9 മണിയോടുകൂടി കുട്ടിയുടെ അമ്മയെയും ബന്ധുക്കളെയും മദ്രസയ്ക്ക് സമീപത്തു നിന്നുള്ള മറ്റ് അയൽപക്കക്കാരായിട്ടുള്ള പരിചയക്കാർ വിളിച്ചറിയിക്കുന്നു. കുട്ടിയെ ആശുപത്രിയിലാക്കണമെന്ന് പറഞ്ഞ് വിളിച്ചറിയിക്കുകയാണ്. ഇവർ ബന്ധുക്കൾ മദ്രസയിലെത്തി കാര്യങ്ങൾ അന്വേഷിക്കുമ്പോഴാണ് കുട്ടിയുടെ മുഖത്തും കണ്ണിലുമൊക്കെ അടിയേറ്റ് കലങ്ങിയ നിലയിൽ പാടുണ്ടാകുന്നത്.